ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് അതിതാണ് അതിതാണ്. കശ്മീരിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിവരുന്ന വരികളാണിത്. എന്നാൽ കശ്മീരിൻ്റെ വർത്തമാനകാലവും സമീപകാല സംഭവങ്ങളും ഈ വരികൾക്ക് വിരുദ്ധമാണ്. ആ കശ്മീരിൻ്റെ കഥകളിലേക്ക്. ഏഷ്യയുടെ ഹൃദയഭാഗത്ത് ദക്ഷിണേഷ്യയുടെയും മധ്യേഷ്യയുടെയും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു താഴ്വരയാണ് കശ്മീർ. 12ാം നൂറ്റാണ്ടിൽ കല്ലാന എഴുതിയ രാജതരംഗിണിയിലാണ് കശ്മീരിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പരാമർശമുള്ളത്. മെസപ്പൊട്ടോമിയയിൽ നിന്ന് വന്ന കാഷ് വർഗത്തിൽപ്പെട്ട ആദിവാസികൾ താമസിച്ചിരുന്നതിനാൽ കഷീർ എന്നറിയപ്പെട്ട പ്രദേശം പിന്നീട് കശ്മീരായി പരിണമിക്കുകയാണ് ഉണ്ടായത്. BC 326 അലക്സാണ്ടർ ചക്രവർത്തിയും പുരുവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ കശ്മീർ രാജാവായിരുന്ന അഭിസരസ് പുരുവിനെ പിന്തുണച്ചിരുന്നു. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അഭിസരസും അലക്സാണ്ടർ ചക്രവർത്തിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. പിന്നീട് മൗര്യ രാജാവ് അശോക ചക്രവർത്തിയുടെ കാലത്ത് കശ്മീർ മൗര്യ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ഇക്കാലഘട്ടത്തിലാണ് അദ്ദേഹം ശ്രീനഗരി എന്ന പട്ടണം പണികഴിപ്പിച്ചത്. അതാണ് പിൽക്കാലത്ത് ശ്രീനഗറായി മാറിയത്. ബുദ്ധമതത്തിൽ വിശ്വസിച്ചിരുന്ന അശോകൻ കശ്മീരിലും ബുദ്ധമതം പ്രചരിപ്പിച്ചു. പിന്നീട് കുശാന സാമ്രാജ്യത്തിലെ കനിഷ്കന്റെ നേതൃത്വത്തിൽ കശ്മീരിൽ ബുദ്ധമതം വളർന്നെങ്കിലും കാലക്രമേണ അത് ക്ഷയിക്കുകയും ഹിന്ദുമതം കശ്മീരിന്റെ പ്രധാന മതമായി മാറുകയും ചെയ്തു. ഇതിൽ തന്നെ തെക്കേ ഇന്ത്യയിൽ നിലനിന്ന പോലെയുള്ള ശിവാരാധനയായിരുന്നു പ്രധാനം. 14ാം നൂറ്റാണ്ടിന്റെ തുടക്കമായപ്പോഴേക്കും കശ്മീർ ഭരിച്ചിരുന്ന ലോഹര സാമ്രാജ്യം നാശത്തോടടുത്തു. ഈ സമയം ഒരു ടിബറ്റൻ ബുദ്ധ അഭയാർത്ഥിയായിരുന്ന റിഞ്ചാനയാണ് കശ്മീരിന്റെ അധികാരിയായത്. റിഞ്ചാനയുടെ മന്ത്രിയായിരുന്ന ഷാ അമീറിന്റെ നിർദ്ദേശപ്രകാരം റിഞ്ചാന ഇസ്ലാം മതം സ്വീകരിച്ചു. പിൽക്കാലത്ത് റിഞ്ചാനയുടെ പിൻഗാമികളെ അട്ടിമറിച്ച് ഷാ അമീർ അധികാരത്തിലെത്തി. അങ്ങനെ കശ്മീരിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി 1339 അധികാരത്തിലെത്തിയ ഷാ അമീറായി. ഇദ്ദേഹത്തിന്റെ രാജവംശം സലാത്തിനി കശ്മീർ രാജവംശം എന്ന് അറിയപ്പെട്ടു. പിന്നീട് ഏതാണ്ട് 5 നൂറ്റാണ്ടുകളോളം തുടർച്ചയായി മുസ്ലിം ഭരണത്തിന് കീഴിലായിരുന്നു കശ്മീർ താഴ്വര. ഇവരിൽ മുഗൾ രാജാക്കന്മാർ 1586 മുതൽ 1751 വരെയും അഫ്ഗാൻ ദുരാനി വംശം 1819 വരെയും കശ്മീരിന്റെ ഭരണചക്രം തിരിച്ചു. 1819 സിഖ് മഹാരാജാവ് രഞ്ജിത് സിംഗിന്റെ നേതൃത്വത്തിൽ കശ്മീർ ആക്രമിച്ച് തന്റെ രാജ്യത്തോട് ചേർത്തു. 1846 ആംഗ്ലോ സിഖ് യുദ്ധത്തിന് ശേഷം കശ്മീർ ബ്രിട്ടീഷ് അധീനതയിലായി. പിന്നീട് ബ്രിട്ടീഷുകാരിൽ നിന്നും ട്രീറ്റി ഓഫ് കശ്മീർ പ്രകാരം ദോഗ്ര രാജാവായിരുന്ന ഗുലാബ് സിംഗ് കശ്മീരിന്റെ ഭരണം സ്വന്തമാക്കി. ബ്രിട്ടീഷുകാരോട് വിധേയത്വമുണ്ടായിരുന്ന ദോഗ്ര രാജാക്കന്മാർ 1857 ശിപ്പായി ലഹളയുൾപ്പെടെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. അപ്പോഴേക്കും ജമ്മു കശ്മീർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യമായി മാറിക്കഴിഞ്ഞിരുന്നു. പല മതത്തിൽപ്പെട്ട ഭരണാധികാരികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കശ്മീർ വൈവിധ്യ സംസ്കാരങ്ങളുടെ ഒരു ഈറ്റില്ലമായി. ബുദ്ധമതാനുയായികൾ, കശ്മീരിലെ ബ്രാഹ്മണ സമൂഹമായിരുന്ന കശ്മീരി പണ്ഡിറ്റുകൾ, സുന്നി വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാം മതാനുയായികൾ എന്നിവരായിരുന്നു കശ്മീരിന്റെ പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾ. എന്നാൽ 1941 ആയപ്പോഴേക്കും ബ്രിട്ടീഷ് സെൻസസ് പ്രകാരം കശ്മീർ ജനതയിൽ 77% മുസ്ലിങ്ങളും 20% ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും 3% ബുദ്ധമതത്തിലും സിഖ് മതത്തിലും പെട്ടവരുമായി. 1925 ദോഗ്ര രാജാവായിരുന്ന രൺവീർ സിംഗിന്റെ പിൻഗാമിയായി ഹരിസിംഗ് അധികാരത്തിലെത്തി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയും ഹരിസിംഗ് അധികാരത്തിൽ തുടർന്നു. 1947 സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുണ്ടായ കരാർ പ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെയോ പാകിസ്ഥാന്റെയോ ഭാഗമായി തുടരാം. കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാകണമെന്ന് അറിയിച്ച് മുഹമ്മദ് അലി ജിന്ന ഹരിസിംഗിനെ സമീപിച്ചു. എന്നാൽ സ്വതന്ത്രമായി നിൽക്കാനായിരുന്നു ഹരിസിംഗിന് താല്പര്യം. എന്നാൽ ഈ തീരുമാനം ദീർഘിപ്പിക്കുന്നതിന് വേണ്ടി മഹാരാജ ഹരിസിംഗ് പാകിസ്ഥാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. 1947 രാജാവിന്റെ നികുതി പിരിവിനെതിരെ പാകിസ്ഥാന്റെ സഹായത്തോടെ പൂഞ്ച് ഭാഗത്തെ ജനങ്ങൾ കലാപക്കൊടി ഉയർത്തി. 24 ഒക്ടോബറിൽ അവർ കശ്മീരിനെ സ്വതന്ത്ര കശ്മീർ, ആസാദ് കശ്മീറായി പ്രഖ്യാപിച്ചു. എന്നാൽ ഇതേ സമയത്ത് കലാപം രൂക്ഷമായപ്പോൾ പാകിസ്ഥാനിലെ പസ്തൂൺ വിഭാഗത്തിൽപ്പെട്ടവർ പുഞ്ച് കലാപകാരികളുമായി ചേർന്ന് കശ്മീർ കയ്യേറി. അവർ കശ്മീരിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി. ഇതിനെ പ്രതിരോധിക്കാൻ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. ഇതേ തുടർന്ന് അദ്ദേഹം ഇന്ത്യയുമായി ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ ഒപ്പുവെച്ചു. അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടലോടുകൂടി പാകിസ്ഥാൻ കലാപകാരികളെ തിരികെ ഓടിച്ചു. ഉപാധികളോടെ കശ്മീർ ഇന്ത്യയുടെ ഭാഗമായി. കശ്മീരിലെ നാഷണൽ കോൺഫറൻസ് പാർട്ടി നേതാവായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഹരിസിംഗ് അടിയന്തര ഭരണ ചുമതലയും നൽകി. എന്നാൽ ഈ സംഭവ വികാസങ്ങളൊക്കെ പാകിസ്ഥാൻ ഗവൺമെന്റിനെ ചൊടിപ്പിച്ചു. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യ യുദ്ധത്തിന് കാരണം. ഹരിസിംഗ് ഇന്ത്യയുമായി അടുക്കുന്നതിൽ വിയോജിപ്പുണ്ടായ പാകിസ്ഥാൻ വാസിറിസ്ഥാൻ മേഖലയിലെ പശ്തൂൺ വിഭാഗത്തിലെ ജനങ്ങളെ
ഇന്ത്യക്ക് നേരെ തിരിച്ചുവിട്ടു. അവർക്ക് വേണ്ടുന്ന ആയുധങ്ങളും മറ്റു സഹായങ്ങളും നൽകി. എന്നാൽ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. ഒടുവിൽ 1948 ഇരു വിഭാഗങ്ങളും ലൈൻ ഓഫ് കൺട്രോൾ എന്ന സാങ്കല്പിക രേഖയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായി നിലയുറപ്പിച്ചു. ഇതൊരു താൽക്കാലിക വെടിനിർത്തലായി. ഇന്നും ലൈൻ ഓഫ് കൺട്രോൾ ആണ് ജമ്മു കശ്മീരിന്റെ അതിർത്തി. അതായത് കശ്മീരിന്റെ 2/3 ഭാഗം ഇന്ത്യയുടെ ഭരണത്തിന് കീഴിലും 1/3 ഭാഗം ഇപ്പോഴും പാകിസ്ഥാൻ ഭരണത്തിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഈ വിഷയം UN-ൽ എത്തിച്ചു. ഈ വിഷയത്തിൽ ഇടപെട്ട UN യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഫോർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന സംഘടന രൂപീകരിച്ചു. അങ്ങനെ UN ഈ വിഷയത്തിൽ ഒരു പ്രമേയം പാസാക്കി. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ റെസൊല്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ എല്ലാവരെയും പാകിസ്ഥാൻ പിൻവലിക്കണമെന്നായിരുന്നു ആദ്യത്തേത്. കശ്മീർ വിഷയത്തിൽ ഇടപെടാൻ ഇന്ത്യ അയച്ച സൈന്യത്തെ മിനിമൽ ഫോഴ്സായി നിലനിർത്തുക എന്നതായിരുന്നു മറ്റൊന്ന്. മൂന്നാമത്തെ നിർദ്ദേശം ഏതു രാജ്യത്തിന്റെ ഒപ്പം പോകണമെന്ന് കശ്മീർ ജനതയ്ക്ക് ഒരു പ്ലബിസൈറ്റിലൂടെ, അതായത് ഒരു വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കാം എന്നതായിരുന്നു മൂന്നാമത്തേത്. കശ്മീരിൽ നിന്ന് പിന്മാറാൻ പാകിസ്ഥാനും സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യയും തയ്യാറായില്ല. സ്വാഭാവികമായും അതിനുശേഷം നടക്കേണ്ടുന്ന വോട്ടെടുപ്പും നടന്നില്ല. അങ്ങനെ ലൈൻ ഓഫ് കൺട്രോൾ എന്നത് ജമ്മു കശ്മീരിന്റെ അപ്രഖ്യാപിതമായിട്ടുള്ള അതിർത്തിയായി മാറി. ഇങ്ങനെ പോകുമ്പോഴാണ് 1962 ഇന്ത്യക്ക് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ചൈനയിൽ നിന്നൊരു പ്രഹരമേറ്റത്. എന്നാൽ ഇതിനു പിന്നിൽ കുറച്ച് സംഭവവികാസങ്ങളുണ്ട്. 1950കളിൽ ഇന്ത്യ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു തുടങ്ങി. എന്നാൽ ചൈന ഒരു സുഹൃത്തായതിനാൽ തന്നെ വേണ്ടത്ര സൈന്യത്തെ ഇന്ത്യ അവിടെ വിന്യസിച്ചിരുന്നില്ല. എന്നാൽ ചൈനയ്ക്ക് അരുണാചൽ പ്രദേശിലെ തവാങ്ങും ജമ്മു കശ്മീരിലെ അക്സായി ചിന്നും നോട്ടമുണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രദേശമായിരുന്ന അക്സായി ചിന്നിൽ ചൈന റോഡ് പണി ആരംഭിച്ചു. എന്നാൽ പണി പൂർത്തിയായി നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യ വിവരം പറഞ്ഞത്, അതും ഒരു ചൈനീസ് പത്രത്തിലൂടെ. 1959 ആയപ്പോഴേക്കും ഇന്ത്യയും ചൈനയും തമ്മിൽ അകന്നു. 1962 അക്സായി ചിന്നിലേക്ക് വന്ന ചൈനീസ് പട്ടാളത്തെ ഇന്ത്യൻ പട്ടാളം തടഞ്ഞു. ഇത് ചെറിയ സംഘർഷത്തിനിടയാക്കി. എന്നാൽ 1962 ജൂലൈ 10 ചൈനീസ് പട്ടാളം ഇന്ത്യൻ ചെക്ക് പോസ്റ്റുകൾ വളഞ്ഞു. ഇത് വലിയൊരു യുദ്ധമായി മാറി. വെസ്റ്റേൺ സെക്ടറും ഈസ്റ്റേൺ സെക്ടറും അടക്കം ഇന്ത്യയുടെ പ്രദേശങ്ങൾ ചൈന പൂർണ്ണമായും പിടിച്ചടക്കി. 31,000 സ്ക്വയർ കിലോമീറ്റർ വരുന്ന കശ്മീരിന്റെ പ്രദേശമായിരുന്ന അക്സായി ചിൻ ഇതിൽ ഉൾപ്പെടുന്നു. അങ്ങനെ കശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാനും മറുഭാഗം ചൈനയുടെയും നിയന്ത്രണത്തിലായി. ഇത് ഇന്നും അങ്ങനെ തന്നെ തുറന്നുപോരും. ഈ സംഭവവികാസങ്ങൾ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ മാനസികമായും ശാരീരികമായും തളർത്തിയെന്ന് തന്നെ പറയാം. 1964 മെയ് 27 ഹൃദയാഘാതം മൂലം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചു. 1947 ഒന്നാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പരാജയം പാകിസ്ഥാനെ തളർത്തിയിരുന്നു. അതിനാൽ തന്നെ തിരിച്ചടിക്കാനുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു തുടങ്ങി. അങ്ങനെ 1965 ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പേരിൽ അവർ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണത്തിന് പദ്ധതിയിട്ടു. പാകിസ്ഥാൻ സൈന്യം പരിശീലിപ്പിച്ച പാക് അധിനിവേശ കശ്മീരിലെ മുജാഹിദീനുകൾക്കായിരുന്നു ഈ ഓപ്പറേഷന്റെ ചുമതല. ഒളിപ്പോരായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആക്രമണ രീതി. ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിച്ചു. കശ്മീരികളുടെ പിന്തുണയും ഓപ്പറേഷന് ഉണ്ടായിരുന്നില്ല. 23 സെപ്റ്റംബർ 1965 വരെ നീണ്ട യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വിജയത്തിൽ അവകാശവാദം ഉന്നയിച്ചു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അയൂബ് ഖാനും ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്തിൽ വെച്ച് ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ഇന്ത്യൻ സൈന്യം പിടിച്ചടക്കിയ പല സ്ഥലങ്ങളും ഇന്ത്യക്ക് വിട്ടു നൽകേണ്ടതായി വന്നു. പ്രധാനമന്ത്രി ശാസ്ത്രിയെ ഈ ഉടമ്പടി മാനസികമായി തളർത്തിയെന്ന് വേണം കരുതാൻ. ഉടമ്പടി ഒപ്പുവെച്ച അന്ന് രാത്രി തന്നെ താഷ്കന്തിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ഇതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി. 1991 ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധമായിരുന്നു അതിൽ പ്രധാനം. കശ്മീരിന്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവവികാസം ഉണ്ടാകുന്നത് 1989 കശ്മീരിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് അബ്ദുള്ള 1982 അന്തരിക്കുന്നു. ഇതിനുശേഷം വന്നതെല്ലാം സ്ഥിരതയില്ലാത്ത സർക്കാരുകളായിരുന്നു. ഇതേസമയം പാകിസ്ഥാൻ ചാരസംഘടനയായ ISI കശ്മീർ താഴ്വരയിൽ വഹാബിസം പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. ഇത് കശ്മീരിന്റെ ഇസ്ലാമികവൽക്കരണത്തിന് കാരണമായി. കശ്മീരിലെ പല പ്രദേശങ്ങളും ഇസ്ലാമിക നാമം നൽകി. ആനന്ദ്നാഗിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഹിന്ദുക്കളുടെ കടകൾക്കും വസ്തുവകകൾക്കും ആക്രമണങ്ങളുണ്ടായി. കശ്മീരി പണ്ഡിറ്റുകളായിരുന്ന പല രാഷ്ട്രീയ നേതാക്കളും വധിക്കപ്പെട്ടു. ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടനയായിരുന്നു പല ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നത്. ശരിയ നിയമപ്രകാരമുള്ള ഭരണ സംവിധാനമായ നിസാമി മുസ്തഫ കൊണ്ടുവരാൻ അവർ ആഹ്വാനം ചെയ്തു. 1990 ശ്രീനഗറിലെ പല പത്രങ്ങളും എല്ലാ കശ്മീരി പണ്ഡിറ്റുകളോടും കാശ്മീർ താഴ്വര ഉപേക്ഷിച്ചു പോകാൻ ആഹ്വാനം ചെയ്തു. അല്ലാത്തവരോട് മതപരിവർത്തനം നടത്താനും ആവശ്യപ്പെട്ടു. എതിർത്തവരെല്ലാം നിഷ്കരണം വധിച്ചു. ധാരാളം കശ്മീരി പണ്ഡിറ്റുകൾക്ക് ജീവൻ നഷ്ടമായി. 1990 മാർച്ച് ആയപ്പോഴേക്കും ലക്ഷക്കണക്കിന് പണ്ഡിറ്റുകൾ തങ്ങളുടെ കശ്മീർ താഴ്വര ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. മഹാരാജ ഹരിസിംഗ് കശ്മീർ ഇന്ത്യയിലേക്ക് ചേർത്തപ്പോൾ ഒപ്പുവെച്ച ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സെഷൻ പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണ് അനുച്ഛേദം 370. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്നതായിരുന്നു ഈ അനുച്ഛേദം. ഇത് പ്രകാരം കശ്മീരിനൊരു പ്രത്യേക ഭരണഘടനയും പതാകയും ഉണ്ടായിരുന്നു. പാർലമെന്റിന് കശ്മീരിൽ നിയമനിർമ്മാണം നടത്തുന്നതിനും പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ 2019 ഇന്ത്യൻ രാഷ്ട്രപതി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആപ്ലിക്കേഷൻ ടു ജമ്മു ആൻഡ് കശ്മീർ ഓർഡർ 2019 പുറത്തിറക്കി. ഇത് പ്രകാരം കശ്മീരിന് മാത്രമേ ഉണ്ടായിരുന്ന ഭരണഘടന, പതാക, പ്രത്യേക പദവി എന്നിവ എടുത്തു കളഞ്ഞു. അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കശ്മീർ റീഓർഗനൈസേഷൻ ബിൽ 2019
പാർലമെൻറ്റ് പാസാക്കി. ഇത് ജമ്മു കശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തുകളയുകയും ജമ്മു കശ്മീർ ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജമ്മു കശ്മീരിൻ്റെ ഭാഗമായിരുന്ന ലഡാക്കിനെ ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കുകയും ചെയ്തു. 2019 ഒക്ടോബർ 31 ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നു. ഇനിയും എരിഞ്ഞിറങ്ങാത്ത കശ്മീരിൻ്റെ ചാരത്തിനെ ആളിക്കത്തിക്കാൻ പ്രേരണ നൽകുന്ന നിരവധി ഘടകങ്ങളുണ്ട്. കശ്മീരിന് വേണ്ടി അടിപിടി കൂടുന്നവർ കശ്മീരികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് സംശയമാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം.